ഇന്നലത്തെ ഒരു ഡേ ആണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ രാവിലെ എണീറ്റു, നെട്ടയത്താണുള്ളത്. താഴെ കുളിച്ചിറങ്ങി വന്നു. വന്ന പാടെ ഞാനൊരു ഡ്രിങ്ക് കുടിക്കുകയാണ്. ഇന്നിപ്പോൾ ബ്ലാക്ക് കോഫിയാണ് കുടിക്കുന്നത്, വിത്തൗട്ട് ഷുഗർ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ബ്ലാക്ക് കോഫി ഷുഗർ ഇല്ലാണ്ട് കുടിക്കാൻ. ഭയങ്കര ഇഷ്ടമാണ്. അതിനൊരു അഡിക്ഷൻ പോലെയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിന് മുന്നേ കീറ്റോ ചെയ്യുമ്പോൾ ഒരു ശീലമാണ്. അന്ന് കുറച്ച് ബട്ടർ കൂടെ ഇട്ട് ബട്ടർ കോഫി ആയിട്ടാണ് കുടിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ബട്ടർ ഇടില്ല, പ്ലെയിൻ കോഫി ആയിട്ട് കുടിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ വെറും വയറ്റിൽ ഇന്ന് ബ്ലാക്ക് കോഫിയാണ് കുടിക്കുന്നത്. നാരങ്ങയും തേനും ഒക്കെയാണ് മിക്കവാറും ഞാൻ കുടിക്കുന്നത്. പക്ഷേ ഇന്ന് തേൻ എടുത്തിട്ട് വരാത്തത് കൊണ്ട് ഇത് കുടിക്കാമെന്ന് കരുതി അങ്ങനെ കുടിക്കുകയാണ്. എല്ലാവരും അവരുടെ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് ചായ കുടിച്ചുകൊണ്ടല്ല. ഞാൻ ബ്ലാക്ക് കോഫിയോ ഇങ്ങനെ എന്തെങ്കിലും ഡ്രിങ്കൊക്കെ കുടിച്ചാണ് ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത്. എനിക്ക് മോർണിംഗും ഈവനിങ്ങും ചായ വേണമെന്ന് ഒട്ടും നിർബന്ധമല്ല. പക്ഷേ കിട്ടിയാൽ കുടിക്കും. എങ്കിലും മോർണിംഗ് ഞാൻ അങ്ങനെ കുടിക്കില്ല. എനിക്ക് ഒട്ടും ഇഷ്ടമല്ല മോർണിംഗ് ചായ കുടിക്കുന്നത്. ഈവനിങ് ആണെങ്കിലും ഞാൻ കിട്ടിയാൽ കുടിക്കും, അത്രേ ഉള്ളൂ. ഇടുന്ന പാടൊക്കെ കരുതി കുടിക്കാത്തതാണ്. പിന്നെ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ മിക്കവാറും കുടിക്കാറുണ്ട്. പക്ഷേ രാവിലെ എനിക്ക് ചായ ഒട്ടും വേണമെന്നൊരു നിർബന്ധവുമില്ല, ഞാൻ കുടിക്കാറുമില്ല. പിന്നെ ഏതെങ്കിലും ഹോട്ടലൊക്കെ കയറിയാൽ വെജ് ഹോട്ടലാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിനൊപ്പം ഒരു കോഫി കുടിക്കും. അല്ലാണ്ട് എനിക്ക് രാവിലെ ചായ ഒട്ടും നിർബന്ധമില്ല, എനിക്ക് വേണമെന്നുമില്ല. ഞാൻ ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോഴേക്കും അച്ഛന് ആകെ വീട്ടിലുള്ളൊരു ഡ്യൂട്ടി എന്ന് പറയുന്നത് രാവിലെ ഒന്ന് അടിച്ച് വാരിയിട്ട് കൊടുക്കുക, ഫ്ലോറെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക. ഇതാണ് അച്ഛൻ്റെ ആകെ ഉള്ളൊരു ഡ്യൂട്ടി വീട്ടിൽ. അമ്മയ്ക്ക് മൂക്കിൻ്റെ ഒക്കെ പ്രശ്നമുള്ളതുകൊണ്ട് ഡസ്റ്റ് അലർജിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അത് അച്ഛൻ തന്നെയാണ് ചെയ്യാറ്. പിന്നെ ചില ദിവസങ്ങളിൽ ചില ആൻറ്റിമാർ വന്ന് നമുക്ക് പൈസ കൊടുക്കുമ്പോൾ അവർ വന്ന് ചെയ്ത് തരാറുണ്ട്. ഇല്ലാത്ത ദിവസം അച്ഛൻ തന്നെയാണ് ചെയ്യുന്നത്. അച്ഛൻ്റെ വേഷം നോക്കിയേ, ഒരു ബെൽറ്റൊക്കെ കെട്ടി അതിലൊരു തോർത്തൊക്കെ കൊടുത്താണ് നിന്ന് വർക്ക് ചെയ്യുന്നത് കേട്ടോ. ഭയങ്കര വലിയ ജോലിയിലാണ്. എന്നെ വഴക്ക് പറയുന്നു ഞാനത് എടുക്കുന്നത് കണ്ടിട്ട്. എൻ്റെ വേഷം പോലും കൊള്ളില്ല, വേറെ നല്ല വേഷത്തിൽ നിൽക്കുമ്പോൾ എടുക്കുന്നൊക്കെ പറഞ്ഞിട്ട് വഴക്ക് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതെല്ലാം കണ്ട് കുറച്ച് സമയം ഇരുന്ന ശേഷം കണ്ടിരുന്നു എന്നല്ലേ, ഒന്ന് ഹെൽപ്പ് ചെയ്യാണ്ട് കണ്ടിരുന്നു എന്നായിരിക്കും നിങ്ങൾ പറയുന്നത്. നമ്മളിപ്പോൾ ഇവിടുത്തെ ഗസ്റ്റ് അല്ലേ, അതുകൊണ്ടൊന്നും ചെയ്യണമെന്നില്ല കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ്. ഇന്നലെ ചിക്കൻ വെച്ചു കേട്ടോ. അപ്പോൾ ഞാൻ ചിക്കൻ ഇന്നലെ കഴിച്ചില്ല, പകരം ഇന്ന് രാവിലെ കഴിക്കുകയാണ്. ചപ്പാത്തി ഉണ്ട്, ദോശയുണ്ട്. ഞാൻ ചപ്പാത്തിയാണ് എടുത്തത്. 2 ചപ്പാത്തിയും കുറച്ച് കൂടുതൽ ചിക്കൻ കറിയും എടുത്തു. നല്ല നാടൻ കോഴി കേട്ടോ, നാടൻ കോഴി ചിക്കൻ കറിയാണ്. അപ്പോൾ ചപ്പാത്തിയും ചിക്കൻ കറിയും കൂട്ടി ഒന്ന് കഴിക്കാമെന്ന് കരുതി. ഇന്നലെ പിന്നെ എന്തോ ഞാൻ കഴിച്ചില്ല. ഇന്നലെ മൂവിക്കൊക്കെ പോയിട്ട് വന്ന് പിന്നെ എനിക്ക് കഴിക്കണമെന്നുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് കഴിക്കാത്തത്. ആ ഒരു വിഷമം മനസ്സിലങ്ങനെ കിടപ്പുണ്ടായിരുന്നു. അതുകൊണ്ടാണ് രാവിലെ എണീറ്റ പാടെ തന്നെ ചിക്കനും ചപ്പാത്തിയും കഴിക്കാമെന്ന് കരുതിയത്. നല്ല കിടിലം കറിയായിരുന്നു കേട്ടോ. നമ്മുടെ ചിക്കൻ നമ്മളിങ്ങനെ തൂവലെല്ലാം ഇങ്ങനെ ഉരിച്ച് കളയാലോ, പിന്നി എടുക്കാം. നമ്മുടെ ട്രിവാൻഡ്രത്ത് അത് പിന്നി എടുക്കണമെന്ന് പറയും, മറ്റു സ്ഥലത്ത് എങ്ങനെയാണെന്ന് അറിയില്ല. സ്കിന്നോട് കൂടി വാങ്ങില്ലേ, അതിനെയാണ് പറയുന്നത് കേട്ടോ. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ നമ്മുടെ കോഴിക്കും ഭയങ്കര നെയ്യുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര നെയ്യുള്ളൊരു ചിക്കനായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ്, സാധാരണ ഭയങ്കരമായിട്ട് നെയ്യ് കൂടിയാൽ ചിക്കന് അതിലൊന്നും മസാലാസൊക്കെ പിടിക്കാത്ത പോലെ ഫീൽ ചെയ്യും. പക്ഷേ എനിക്ക് അങ്ങനെയുള്ള കോഴി ഭയങ്കര ഇഷ്ടമാട്ടോ. ഇങ്ങനെ നെയ്യ് കൂടുതലുള്ള കോഴി തിന്ന് കൊളസ്ട്രോളും ഒന്നും ചാവും, അത് വേറെ കാര്യം. എങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല നെയ്യൊക്കെ ഉള്ള കോഴിയായിരുന്നു. എന്നിട്ട് ഞാൻ നേരെ തിരുമല വീട്ടിൽ വന്നു. ഇവിടെ പണി നടക്കുകയാണ്. ഏട്ടന് ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവരാൻ നിന്നപ്പോൾ കുറച്ച് ലേറ്റായി. സാറ്റർഡേ ആയതുകൊണ്ട് കിടന്ന് നന്നായിട്ടൊക്കെ ഉറങ്ങി കേട്ടോ. അപ്പോൾ ലഞ്ചെന്ന് പറയാൻ വീട്ടിൽ വേറെ ചോറും ചിക്കനൊക്കെ ഉണ്ടായിരുന്നു, കറികളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ചിക്കൻ മാത്രമേ എടുത്തിട്ട് വന്നുള്ളൂ. ഏട്ടന് ചിക്കനും ചോറും അത്ര ഇഷ്ടമല്ല. പുട്ട് വെച്ച് കൊടുത്താൽ ചിക്കനും പുട്ടും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പുട്ട് വേവിച്ച് കൊടുക്കാൻ എഴുതിയിട്ട് പുട്ട് വേവിക്കാൻ ചിക്കൻ മാത്രമായിട്ട് കൊണ്ടുവന്നു. ഇവിടെ വന്നപ്പോഴേക്കും കിച്ചൻ്റെ പണികളെല്ലാം കഴിഞ്ഞു കേട്ടോ. നമ്മുടെ അലുമിനിയം ഫാബ്രിക്കേഷൻ കഴിഞ്ഞു. നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്ത ആ ഒരു ബോർഡ് വെച്ചാണ് അവർ ചെയ്തു തന്നത്. നല്ലൊരു കളറിൽ അവർ ചെയ്തു തന്നു. മീൻസ് ഞാൻ ഈ കളർ സെലക്ട് ചെയ്ത് കൊടുത്തത്. മുന്നേ വൈറ്റ് ആൻഡ് റെഡാണ്, ഇതുപോലെയാണ് കിടന്നത്. മുകൾ ഭാഗം ഒന്നും ചെയ്തില്ല കേട്ടോ, താഴ്ഭാഗം മാത്രം. മുകൾ ഭാഗം എനിക്ക് കാശ് കിട്ടുമ്പോൾ ചെയ്യാം. അപ്പോൾ വൈറ്റ് എപ്പോഴും അഴുക്കാവുന്നതുകൊണ്ടാണ് ഈ ഒരു മെറ്റീരിയൽ കാണിച്ചു കൊടുത്തത്. ഇതാകുമ്പോൾ അഴുക്ക് പെട്ടെന്ന് അറിയത്തില്ല, വൈറ്റൊക്കെ പെട്ടെന്ന് അറിയാൻ പറ്റും. അതുകൊണ്ട് ഇതാകുമ്പോൾ അത് ചെയ്തു. പിന്നെ 10 വർഷം വാറൻറ്റിയൊക്കെ ഉണ്ട് ആ ഒരു മെറ്റീരിയലിന്. സംഭവം നല്ല നീറ്റായിട്ട് അവർ ചെയ്തു തന്നെ കേട്ടോ. പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ചേട്ടന്മാരും ഇതേ പണികൾ ധൃതിയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പൂശിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ മുകൾ ഭാഗം പൂശി കഴിഞ്ഞു, ഇന്നലെ തന്നെ കഴിഞ്ഞു. ഇതിൻ്റെ പകുതി ഭാഗം അവർ ഇന്നലെ പൂശി കഴിഞ്ഞിട്ടാണ് ഇന്ന് ബാക്കി പണികൂടെ ചെയ്യുന്നത്. ഇന്നുകൊണ്ട് അവരുടെയും ഇവരുടെയൊക്കെ പണിയെല്ലാം കഴിയും. അപ്പോൾ മുകളിൽ വേദയുടെ റൂമിൽ ഞാനൊന്ന് കയറി നോക്കിയപ്പോൾ അവിടെയും അവർ കഴിയാറായിട്ടുണ്ട്. ഒരു ഫ്രെയിം സെറ്റ് ചെയ്ത് കേട്ടോ. വച്ചിട്ടുണ്ടെന്ന് കൂടി അറിയില്ല കേട്ടോ. അവിടെ ഗ്ലാസ് വെച്ചിരിക്കുകയാണ്, ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള വൈറ്റ് ഗ്ലാസ്സാണ് വെച്ചത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഞാൻ കരുതി വൃത്തികേടാവും. ഒരു ഓപ്പൺ ബാൽക്കണിയുടെ മുകളിൽ ഇങ്ങനെ ഒരു ഫ്രെയിം വയ്ക്കുമ്പോൾ, ഫ്രെയിമൊന്നും വെച്ചത് അറിയാൻ പറ്റുന്നില്ല. ഗ്ലാസ്സും നമ്മൾ അത്രയും സൂക്ഷിച്ച് നോക്കിയാലേ അറിയാൻ പറ്റുന്നുള്ളൂ. നല്ല ഭംഗിക്ക് അവർ ചെയ്തു തന്നു കേട്ടോ. നല്ല രസമായിട്ടുണ്ട്.
അപ്പോൾ ഞാൻ കരുതി ഇങ്ങനെ ഓപ്പൺ ബാൽക്കണിയിൽ അങ്ങനെ ഒരു ഗ്ലാസ്സൊക്കെ ഇടുമ്പോൾ വൃത്തികേടായി പോകുമെന്നാണ് കരുതിയത്. പക്ഷെ നല്ല നീറ്റായിട്ട് അവർ ചെയ്തൊന്നും അറിയുന്നില്ല. നല്ല ഭംഗിക്ക് ട്രാൻസ്പെറൻ്റ് ആയിട്ട് നല്ല രസമുണ്ട് കേട്ടോ. അതേ കണ്ടു, ഇത് മുകൾ ഭാഗം പൂശിയതാണ്. പൂശി അവർ പൈപ്പ് അവർ തന്നെ എല്ലാം ഇട്ട് ക്ലിയർ ചെയ്ത് തന്നു. വെള്ളമൊക്കെ പോകാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്നു. എന്തായാലും നീറ്റായിട്ടുണ്ട്. ഇനി എൻ്റെ ചെടിച്ചട്ടികൾ, അതായത് പച്ചക്കറി ചട്ടികളെല്ലാം ഇങ്ങോട്ടേക്ക് മാറ്റണം. എൻ്റെ വോയിസ് ഒരു വല്ലാണ്ടിരിപ്പുണ്ടോ, അത് ഞാൻ രാവിലെ എണീറ്റുടനെ വോയിസ് ഓവർ ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ടാണ് എൻ്റെ ശബ്ദം അങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ പരിപാടികൾ ഇതൊക്കെയാണ്. നമ്മുടെ ഗ്ലാസ് കണ്ടോ, ഇട്ടെന്ന് പോലും അറിയത്തില്ല. നല്ല ഭംഗിക്ക് ഒരു ബോക്സ് പോലെ അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. നല്ല രസമായിട്ടുണ്ട്. അവർ രാവിലെ 6 മണിക്ക് വന്നു. ഈ ഗ്ലാസ് അലൂമിനിയം ഫാബ്രിക്കേഷൻ്റെ ആൾക്കാർ, അവർക്ക് വേറെ ഇവിടെ ജോലിയുണ്ട്. അതുകൊണ്ട് നേരത്തെ ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ട് പോകാനായിട്ട് അവർ രാവിലെ വന്നു. ഒരു 8-9 മണിയായപ്പോൾ അവരുടെ ജോലി കഴിഞ്ഞ് അവർ പോയേട്ടോ. എന്തായാലും കയ്യിലെ കുറേ കാശ് ഇറങ്ങിയപ്പോഴേക്കും നമ്മുടെ വീട് വൃത്തിയായിട്ടോ. അല്ലെങ്കിൽ എൻ്റെ വീട് വൃത്തിക്കാണ് കിടന്നത്. കുറച്ച് ഇതുപോലെ മെയിൻ്റനൻസ് പണികളുണ്ടായിരുന്നു, അതെല്ലാം ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഒന്ന് ഹാപ്പിയായി. പക്ഷേ നമ്മളെപ്പോഴും വീട് പണിത് കയറുമ്പോൾ എല്ലാ പണികളും കഴിഞ്ഞിട്ട് കയറുന്നതാണ് നല്ലത് കേട്ടോ. അല്ലെങ്കിൽ വീടെല്ലാം ആകെ അലങ്കോലമായിട്ട് കിടക്കും. ഇത് നമ്മളെല്ലാ പണികളും കഴിഞ്ഞിട്ടാണ് കിടന്നത്. ഇതിപ്പോൾ അഡീഷണൽ വന്ന കുറച്ച് അല്ലറ ചില്ലറ ജോലികൾ. ഇനി കുറേ നാളത്തേക്ക് ഒരു പരിപാടികൾ ഈ വീടിന് വേണ്ടി ഞാൻ ചെയ്യത്തില്ല. ഇനി ഒരു പെയിൻറ്റിങ് കൂടെ ആവശ്യമുണ്ട്. അതുകൂടെ കഴിഞ്ഞാൽ എല്ലാ പരിപാടികളും ഈ വീടിന് വേണ്ടിയിട്ട് ഞാൻ നിർത്തിയേക്കാം കേട്ടോ. ഇനി ഒന്നും നമ്മുടെ വീടിനായിട്ട് ചെയ്യാനായിട്ട് ആക്ച്വലി ഇല്ല. ഒരു പെയിൻറ്റിങ് അത്യാവശ്യമായിട്ടുണ്ട്. അതിപ്പോൾ ഉടനെ ചെയ്യുന്നില്ല, പതിയെ ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ. പൊടിയെല്ലാം ഫുള്ളാകെ പണി പാടി കിടക്കുകയാണ്. ഇതെല്ലാം ഞാൻ വാക്യൂം വെച്ച് പിടിക്കാം കേട്ടോ. വാക്യൂം ഇവിടെ ഉണ്ട്, പക്ഷെ ഞാൻ അങ്ങനെ എടുക്കാറില്ല. എനിക്ക് വാക്യൂം വെച്ച് പിടിക്കുന്നത് കുറച്ച് പാടുള്ള, അടിച്ച് വരുന്നതിനെക്കാട്ടി പാടാണ് ഈ വാക്യൂം വെച്ച് പിടിക്കാനായിട്ട്. പക്ഷേ ഫുൾ കംപ്ലീറ്റ് പൊടി ഇങ്ങനെ വാക്യൂമായി വരും. അതുകൊണ്ട് ഇപ്പോൾ എന്തായാലും അടിച്ച് വാരൊക്കെ നടക്കത്തില്ല. എത്ര അടിച്ച് വാരിയാലും വീണ്ടും വീണ്ടും അവിടെ ഉള്ളത് കൊണ്ട് വീണ്ടും ഞാൻ വാക്യൂം വെച്ച് ക്ലീൻ ചെയ്യുകയാണ്. അല്ലാതെ ഒരു പരിപാടിയും നടക്കത്തില്ല. പാടാണേലും വാക്യൂം വെച്ച് ചെയ്യുന്നതാണ് അതിൻ്റെ ഒരു ഭംഗി. എങ്കിലേ കറക്റ്റ് എല്ലാ പൊടികളും ഇതിലേക്ക് കയറി വരത്തുള്ളൂ. അല്ലെങ്കിൽ വീണ്ടും വീണ്ടും ഇവിടെ കിടക്കും. അങ്ങനെ വാക്യൂം എല്ലാം ചെയ്ത് കിച്ചൺ ഞാനൊന്ന് സെറ്റ് ചെയ്തിട്ട് വീണ്ടും നെട്ടേത്ത് പോയിട്ടോ. എനിക്ക് വേദം കൊണ്ട് ഡാൻസിനൊക്കെ പോകണം. അപ്പോൾ കിച്ചൺ ഫുൾ ഞാൻ ക്ലീൻ ചെയ്തു. പാത്രങ്ങളെല്ലാം അടുക്കി പെറുക്കി, ഇങ്ങനെയല്ല, ഇതിപ്പോൾ ക്ലീൻ ചെയ്തുകൊണ്ട് നിൽക്കുന്നതേ ഉള്ളൂ കേട്ടോ. എല്ലാം പെറുക്കി അടുക്കി അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തു. പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് അങ്ങനെ തന്നെ ഇരിക്കണമെന്നൊന്നുമില്ല, അത് വേറെ കാര്യം. എല്ലാം സെറ്റ് ചെയ്ത ശേഷം നെട്ടയത്ത് പോയിട്ട് ഞാൻ സർബത്ത് വാങ്ങിച്ചിട്ടാണ് പോയത് കേട്ടോ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു സർബത്തെല്ലാം വാങ്ങിയിട്ട് പോയി. അതെല്ലാം കുടിച്ച് കഴിഞ്ഞു. പിന്നെ കുറേ സമയം കഴിഞ്ഞിട്ട് ചോറെല്ലാം കഴിച്ച് കഴിഞ്ഞു. അമ്മ ഭയങ്കര സീരിയസ് ഫോണിലാണ് കേട്ടോ. ഒന്ന് മുഖത്ത് പോലും നോക്കാനുള്ള നേരം അമ്മയ്ക്കില്ല. എന്തായാലും സർബത്തും കുടിച്ചു. ഫുഡെല്ലാം കഴിച്ച ശേഷം വേദയും കൊണ്ട് ഡാൻസ് ക്ലാസ്സിന് പോയി. വേദയ്ക്ക് കഴിഞ്ഞ ആഴ്ച 2 ദിവസം ഡാൻസ് ക്ലാസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നിപ്പോൾ ഒരു മടി, എനിക്കും അതെ വേദയ്ക്കും അതെ പോകാനൊരു മടി പിടിച്ചിരുന്നാൽ അവിടെ തന്നെ ഇരിക്കും കേട്ടോ. അതുകൊണ്ട് പിന്നെ എന്തായാലും പോയേക്കാന്ന് കരുതി. അങ്ങനെ ഞാൻ മടി പിടിക്കാറില്ല. മടി ഉണ്ടെങ്കിലും ഞാൻ വേദയും കൊണ്ട് പോവും. എനിക്ക് മടി പിടിച്ചാൽ വേദയ്ക്ക് പിന്നെ ഭയങ്കര മടിയായിരിക്കും കേട്ടോ, ഒട്ടും വരത്തില്ല. അതുകൊണ്ട് ഞാനും വേദയും മടി പിടിച്ചിരിക്കാണ്ട് ഞങ്ങൾ പോയി. ഇപ്പോൾ വേദയ്ക്ക് പിണക്കമൊന്നുമില്ല. മുന്നേ പിണക്കമോ ചെറിയൊരു പോണോ എന്നൊക്കെ ചോദിക്കുമായിരുന്നു. ഇപ്പോൾ എത്ര പറഞ്ഞാലും ഞാൻ കൊണ്ടുപോകും എന്നറിയാവുന്നുള്ളത് കൊണ്ട് ഇപ്പോൾ വേദ പിണങ്ങാറൊന്നുമില്ല. പോണോ എന്നൊരു ചോദ്യം ചോദിക്കാറുമില്ല. ചോദിച്ചാലും ഞാൻ കൊണ്ടുപോകും. അതുകൊണ്ട് വേറെ അങ്ങനെ ചോദിക്കാറുമില്ല. ഞാനൊട്ട് കൊണ്ടുപോകാതിരിക്കാറുമില്ല കേട്ടോ. അതുകൊണ്ട് നമ്മൾ മടിയുണ്ടെങ്കിലും ഇന്ന് ഡാൻസ് ക്ലാസ്സിലേക്ക് പോവുകയാണ്. അച്ഛൻ കാര്യമായിട്ടൊക്കെ ഹായ് കാണിക്കുകയാണ് കേട്ടോ. വേദ പിന്നെ ഇവിടെ വന്നാൽ വേദയ്ക്ക് ഒന്നിനും അറിയത്തില്ല കണ്ടോ. ഹെൽമെറ്റിൻ്റെ ക്ലിപ്പ് വരെ ആരെങ്കിലും ഇട്ട് കൊടുക്കണം, അത്രയ്ക്ക് ചെല്ലാണ് കേട്ടോ. ഇവിടെ എല്ലാം അങ്ങ് കള്ളിക്കാട് പോയാലും ഇത് തന്നെയാണ് അവസ്ഥ. അപ്പോഴേ ഒരു കാര്യം പറയട്ടെ, നമ്മൾ 80K സബ്സ്ക്രൈബേഴ്സായി. നിങ്ങളൊന്നും മനസ്സ് വെച്ചാൽ ഈ വർഷം തന്നെ ഈ ഡിസംബർ കഴിയുന്നതിന് മുന്നേ എനിക്കൊരു 100K സബ്സ്ക്രൈബേഴ്സ് ആവും. അപ്പോൾ എല്ലാവരും കൂടി ഒന്ന് മനസ്സ് വെച്ചൊന്ന് കുത്തിയേക്കോ എനിക്കൊരു 100K സബ്സ്ക്രൈബേഴ്സ് ആവാനായിട്ട്. എങ്കിൽ സന്തോഷം, ഇല്ലെങ്കിലും വിഷമമൊന്നുമില്ല കേട്ടോ. ഒന്ന് പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ ശരി. എന്തായാലും വേറെ ഡാൻസ് ക്ലാസ്സിനെല്ലാം വിട്ട ശേഷം ഞാൻ നേരെ വെട്ടുകാട് പോയി. വെട്ടുകാട് 24-ാം തീയതി വരെ എന്തോ ഉത്സവമായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഒന്നും പൊളിച്ചൊന്നും മാറ്റിയിട്ടില്ല കേട്ടോ. എല്ലാം അതുപോലെ അവിടെ തന്നെ നിൽപ്പുണ്ട്. നല്ല ഇതായിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ നല്ലൊരു, ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ട്രിവാൻഡ്രത്ത് കുറച്ച് ദിവസങ്ങളിലായിട്ട് നല്ലൊരു ക്ലൈമറ്റാണ്. വെയിലും ഇല്ല, മഴയും ഇല്ല. അങ്ങനെ ഒരു മൂടി ക്ലൈമറ്റ് നിൽക്കുകയാണ്. എനിക്ക് ആ ഒരു ക്ലൈമറ്റ് ഇഷ്ടമാണ്. അപ്പോൾ നല്ല കാറ്റുമൊക്കെ ആയിട്ട് നല്ല രസമുണ്ട് കേട്ടോ. വെട്ടുകാട് വന്നപ്പോഴേക്കും വെട്ടുകാട് വന്ന് ഇവിടെ കയറി കുറച്ച് സമയം യേശുപ്പച്ചനെയൊക്കെ കണ്ടു. ഉത്സവമൊക്കെ കഴിഞ്ഞതിൻ്റെ ആ ഒരു ഇത് ഇവിടെ കാണാനുണ്ട്. അപ്പോഴാണ് ഇവിടെയൊക്കെ നമ്മുടെ വെട്ടുകാട് പുതിയൊരു ചാപ്പലല്ലേ ഓപ്പൺ ചെയ്ത കാര്യം ഞാൻ അറിഞ്ഞത്. അതിൻ്റെ തൊട്ട് ചേർന്ന് തന്നിട്ട് ആ ചർച്ചിൻ്റെ കൂടെ ചേർന്നിട്ടുള്ളൊരു
ഒരു ഒരു പോർഷനിലാണ് അതുള്ളത്. അപ്പോൾ ഞാൻ അവിടേക്ക് കയറാൻ പോയപ്പോൾ അവിടെ പാദരക്ഷകൾ ഇവിടെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. അവിടെ ഒരു സംഭവം കെട്ടിയിട്ടിട്ടുണ്ട്. പക്ഷേ ആൾക്കാരെല്ലാം പല വഴിക്ക് പാദരക്ഷകൾ വലിച്ചെറിഞ്ഞിരിക്കുകയാണ്. വളരെ കുറച്ച് പേര് മാത്രമേ അതിൽ വെച്ചിട്ടുള്ളൂ. അവിടെ പൈസയൊന്നും കൊടുക്കണ്ട. എന്നിട്ടും ആൾക്കാർ പല സ്ഥലങ്ങളിലായിട്ട് വലിച്ചെറിഞ്ഞിരിക്കുന്നു. ഞാൻ എൻ്റെ ചപ്പലിനുമുരി അവിടെ സുരക്ഷിതമായി വെച്ച ശേഷം ആ ചാപ്പലിലേക്ക് പോവുകയാണ്. ചാപ്പൽ എന്ന് പറഞ്ഞാൽ എന്താ സംഭവം ഒന്നും എനിക്ക് സത്യമായിട്ടും അറിയത്തില്ല. പക്ഷേ ബ്യൂട്ടിഫുള്ളായിട്ട് ഒരു മ്യൂസിയം ആട്ടോ അത്. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് സാധനങ്ങൾ എനിക്ക് നമ്മൾ ഈ ഒരു ഇതിൽ പെട്ടതല്ലാത്തത് കൊണ്ട് എനിക്ക് ഇതിൻ്റെ കുറേ കാര്യങ്ങൾ അവർ ഒരുപാട് കാര്യങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ടൊന്നും മനസ്സിലാവുന്നില്ല. എങ്കിൽ കൂടിയും നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് അവർ എല്ലാം അറേഞ്ച് ചെയ്ത് ഞാൻ അതിശയിച്ച് പോയി കേട്ടോ. ഇങ്ങനൊരു സംഭവം ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ ഞാൻ അതിശയിച്ച് പോയി. 2 പ്രെയർ ഹോളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര രസമായിട്ട് ഓരോ കാര്യങ്ങളും അവരവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ എന്തൊക്കെയോ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ അമ്പലങ്ങളിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ഒരു ഹിസ്റ്ററിയൊക്കെ എഴുതി വെച്ചിരിക്കില്ലേ, അതുപോലെ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല നമ്മളിതിൽ പെട്ടതല്ലാത്തത് കൊണ്ട് എനിക്കത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാൻ അറിയത്തില്ല. നമ്മുടെ ഓൾഡ് ചേർച്ചിൻ്റെ മിനിച്ചറും പിന്നെ അവിടെ ഉപയോഗിച്ചിരുന്ന ഓൾഡ് ബെൽ എന്തൊക്കെയോ കുറേ സാധനങ്ങളെന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാ കാര്യങ്ങളും എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, പക്ഷെ നമുക്കിതിനെപ്പറ്റി കൂടുതൽ അറിയത്തില്ല. എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ആ പ്രെയർ ഹോളും ഒക്കെ ഭയങ്കര സൈലൻറ്റും ഭയങ്കര ഒരു പോസിറ്റീവ് ഫീൽ നമുക്കിതിനകത്ത് ഇറങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നമ്മുടെ ആ ചർച്ചിനെക്കാട്ടി എനിക്ക് ഇവിടെ ഇറങ്ങിയപ്പോൾ എന്തോ ഒരു ഭയങ്കര ഒരു പോസിറ്റീവ് ഫീലും കാര്യങ്ങളും. നമുക്ക് എത്ര സമയം വേണോ വന്ന് കുറേ സമയം മനസ്സിനെ കൂളാക്കി ഇരിക്കാനൊക്കെ പറ്റുന്ന ഒരു സ്ഥലം കേട്ടോ. എന്തായാലും ഇവിടെ വെട്ടുകാടൊക്കെ വരുന്നവരാണെങ്കിലും മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ്. ഇവിടെ പൈസയോ കാര്യങ്ങളോ എൻട്രി ഫീ ഒന്നും ഇപ്പോൾ തൽക്കാലം ഇല്ല. ഇനി ഉണ്ടാവുമോ എന്നറിയത്തില്ല. എന്തായാലും ഇവിടെ വരുന്നവർ മസ്റ്റായിട്ടൊന്ന് കയറേണ്ട ഒരു പ്ലേസ് തന്നെയാണ് ഈ ഒരു ചാപ്പൽ. എനിക്ക് ഭയങ്കരമായിട്ട് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ലൊരു രസമുണ്ട് കേട്ടോ. ഞാനിങ്ങനെ പള്ളികളിലൊന്നും നമ്മളധികം പോവാറില്ല, വെട്ടുകാടാണ് അങ്ങനെ അധികവും വരാറ്. അപ്പോൾ ഇവിടെ മാത്രമാണ് ഞാനിങ്ങനെ ഒരു സംഭവം കണ്ടിട്ടുള്ളതും. ഇപ്പോൾ കുറച്ച് വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഈ ചാപ്പൽ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇവിടെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വേറെ സ്ഥലങ്ങളിലുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇവിടുത്തെ ഈ ഒരു സംഭവം രസമാണ്. ഇതിനെക്കാട്ടി ബ്യൂട്ടിഫുള്ളായിട്ട് വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്നും എനിക്കറിയില്ല. ഇവിടുത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എല്ലാവരും മസ്റ്റായിട്ട് ഇവിടെ വരികയാണെങ്കിൽ ഇതിനകത്തേക്കൊന്ന് കയറുക. എൻട്രി ഫീയോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. നല്ല രസമുണ്ട്. ഭയങ്കര ഒരു മനസ്സിനൊരു പോസിറ്റീവ് ഫീൽ, ഒരു പോസിറ്റീവ് എനർജിയൊക്കെ തരുന്നൊരു സ്ഥലം കേട്ടോ അവിടെ. അങ്ങനെ അവിടെ കയറി അതെല്ലാം ഒന്ന് ചുറ്റി കണ്ടു. ശരിക്കും ഞാൻ വേദയുടെ ഉള്ളപ്പോൾ കാണാമെന്ന് കയറി കാണാമെന്ന് കരുതിയതാണ്. പക്ഷേ വേദം ഉണ്ടായിരുന്നില്ല. എല്ലാവരും കയറുന്നുണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് ഇറങ്ങാം, എന്താണ് സംഭവം നോക്കിയിട്ട് വരാമെന്ന് കരുതിയാണ് കയറിയത്. പക്ഷേ കയറിയപ്പോൾ സൂപ്പർ കേട്ടോ. ഞാൻ ഫുൾ കണ്ട് കറങ്ങി നടന്ന് ഒരുപാട് അങ്ങനെ കാണാനില്ല, എങ്കിലും കുറച്ച് നേരം ഇതിനെ പറ്റിയൊക്കെ അറിയാമെന്നുള്ളവർക്ക് അവിടെ കയറി കണ്ടാൽ എല്ലാ കാര്യങ്ങളും മനസ്സിലാവും. എന്നിട്ട് ഞാൻ തിരിച്ച് വേദ ഡാൻസ് ക്ലാസ്സിന് ചെന്നപ്പോൾ കഴിഞ്ഞു. ഡാൻസ് ക്ലാസ്സിൽ നിന്ന് വിളിച്ചിട്ട് വേദയും കൊണ്ട് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വരികയാണ്. തിരുമല വീട്ടിൽ വരാമെന്ന് എഴുതി. ഇന്ന് പണികളെല്ലാം കഴിഞ്ഞു. ഇനി ക്ലീനിങ് ആണ് അടുത്ത പരിപാടി. പോകുന്ന വഴിക്ക് വേദയ്ക്ക് ഞാൻ ബൂസ്റ്റർ ചായ എല്ലാം വാങ്ങിച്ചു കൊടുത്തു. ഞാനും ഒരു ബദാം ടീ എല്ലാം കുടിച്ച് തിരിച്ച് പോവുകയാണ്. അപ്പോൾ ഇന്നേ കുറേശ്ശെ തുടങ്ങിയാലേ നാളെ കുറേശ്ശെ അങ്ങനെ കഴിയത്തുള്ളൂ. അങ്ങനെ നേരെ വീട്ടിൽ പോയി നമ്മുടെ ഡിസംബർ ഇങ്ങെത്തി. അത് പറയാൻ മറന്നുപോയി. അത് വേണം ഫസ്റ്റ് പറയേണ്ടിയിരുന്നത് അല്ലേ. ഡിസംബർ ഇങ്ങെത്തി, ക്രിസ്മസ് തേങ്ങി വന്നു. ഈ വർഷം 2024 കഴിയാൻ പോവാണ്. അപ്പോൾ നമുക്കിനി ക്രിസ്മസ് ഒരുക്കങ്ങളൊക്കെ വേണമല്ലേ. അതിങ്ങ് വീടൊക്കെ ക്ലീൻ ചെയ്ത ശേഷം ക്രിസ്മസ് ഒരുക്കങ്ങളൊക്കെ നമുക്ക് ഒരുങ്ങാം. ചായ എല്ലാം കുടിച്ച് കഴിഞ്ഞ ശേഷം നേരെ വീട്ടിലേക്ക് എത്തി. വീട്ടിൽ വന്നപ്പോൾ കംപ്ലീറ്റ് പണികളെല്ലാം കഴിഞ്ഞു. പക്ഷെ കുറച്ച് മണ്ണ് മാത്രം ബാക്കി വന്നു കേട്ടോ. കുറച്ച് മെറ്റൽ ബാക്കി വന്നു, അത് തിരിച്ചവരെടുത്തു. മണ്ണ് ബാക്കി വന്നു, അത് ദിയയുടെ അവിടെ കുറച്ച് പണികളൊക്കെ ഉണ്ട്, അപ്പോൾ അവരെടുത്തോളാം എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഹാപ്പി. അങ്ങനെ വേദയുടെ അവിടെ ഗ്ലാസ് എല്ലാം ഇട്ടു, കിച്ചൺ ക്ലീൻ ചെയ്തു, ബാക്ക് സൈഡെല്ലാം ഫുൾ പൂശിയെല്ലാം കഴിഞ്ഞു. സൂപ്പറായിട്ടോ. എന്നിട്ട് ഫസ്റ്റ് എനിക്ക് കുറച്ച് ചെറിയൊരു പരിപാടി ഒന്ന് ത്രെഡ് ചെയ്യാൻ പോകണമായിരുന്നു. അങ്ങനെ ത്രെഡ് ചെയ്യാനായിട്ട് പോയി. നമ്മുടെ സ്ഥിരം ത്രെഡ് ചെയ്യുന്ന സ്ഥലമാണ് പേയാട് മാർക്കറ്റിന് നേരെ ഓപ്പോസിറ്റുള്ള ബ്ലഷ് എന്ന് പറഞ്ഞിട്ടുള്ള പാർലറിലാണ് ഞാൻ ത്രെഡ് ചെയ്യാനായിട്ട് പോകുന്നത്. എനിക്ക് അവിടുത്തെ ത്രെഡിങ് മാത്രമാണ് ഇഷ്ടം കേട്ടോ. പല സ്ഥലങ്ങളിലും ചെയ്യുമ്പോൾ രണ്ടും രണ്ട് ഷേപ്പിലാവാറുണ്ട്.
ആക്ച്വലി എൻ്റെ 2 പുരികവും 2 ഷേപ്പിലാണ് ഇരിക്കുന്നത്. എങ്കിലും ആൻറ്റി കുറച്ചുകൂടെ ബെറ്ററായിട്ട് ചെയ്ത് തരും കേട്ടോ. അപ്പോൾ ഞാനിവിടെ വന്നു ത്രെഡ് ചെയ്യുകയാണ്. വേദ കൂടെ ഉള്ളതുകൊണ്ട് വേദ വീഡിയോ എടുത്തു തരാം കേട്ടോ. വേദയുടെ ഒന്ന് വീഡിയോ എടുത്തു തരാൻ പറഞ്ഞപ്പോൾ വേദ പിന്നെ ഭയങ്കര എടുപ്പ് കേട്ടോ. കിടന്നെടുക്കുന്നു, ഇരുന്നെടുക്കുന്നു, നിന്നെടുക്കുന്നു, ഭയങ്കര ഷോ കേട്ടോ. ഞാനും കരുതി എങ്ങനെയെങ്കിലും എടുക്കട്ടെ എന്ന് കരുതി. എനിക്കൊരു വീഡിയോ ലെങ്തായിട്ട് വേണമെന്നല്ലേ ഉള്ളൂ. ആളെങ്ങനെയെങ്കിലും എടുക്കട്ടെ എന്ന് കരുതി. ഇതേ നോക്കിക്കാൻ മിറർ വഴിയൊക്കെ എടുക്കുക കേട്ടോ. എന്തൊക്കെയോ കാണിക്കുകയാണ്. അപ്പോൾ ആൻറ്റി ചെന്നപാടെ ഒരു ഓറഞ്ചൊക്കെ വേദയുടെ കയ്യിലൊക്കെ കൊടുത്തു. ആ ഓറഞ്ചിനെയൊക്കെ വെച്ച് അവൾ വീഡിയോ ഗംഭീരമായിട്ട് എടുക്കുകയാണ്. അവളെടുത്ത വീഡിയോ ഒന്നും ഞാൻ ഡിലീറ്റ് ചെയ്തില്ല, അതെല്ലാം അതുപോലെ ഞാൻ അപ്ലോഡ് ചെയ്തു കേട്ടോ. ഇരിക്കട്ടെ എന്ന് കരുതി. നമ്മുടെ അത് അത്ര വൃത്തികേടില്ല വീഡിയോ അല്ലേ, കുഴപ്പമില്ലാത്ത നല്ല വീഡിയോ ആണ് വേദ എടുത്തു തന്നത്. അതുകൊണ്ട് ഞാൻ പിന്നെ അതങ്ങ് അവിടെ തന്നെ ഇരിക്കട്ടെ എന്ന് കരുതി. ത്രെഡിങ് എല്ലാം കഴിഞ്ഞ ശേഷം എനിക്കൊരു മോയ്സ്ചറൈസറൊക്കെ ആൻറ്റി ഇട്ട് തരാണ്. എനിക്കതിട്ടില്ലെങ്കിൽ എന്തോ പോലെ കേട്ടോ. അങ്ങനെ ആൻറ്റി അതെല്ലാം ഇട്ട് തന്ന ശേഷം നേരെ ഞാൻ വീട്ടിൽ പോയി. എൻ്റെ മനസ്സ് ഫുൾ വീട് ക്ലീനിങ് കേട്ടോ. ഞാൻ ക്ലീൻ ചെയ്ത സ്ഥലവും വീണ്ടും അലങ്കോലമായി. ഇനി അതൊക്കെ ഒന്നുകൂടെ വീണ്ടും ക്ലീൻ ചെയ്യണമല്ലോ എന്നൊക്കെ ആലോചിച്ച് ഞാനങ്ങനെ വിഷമിച്ചിരിക്കുകയാണേ. ഇൻ്റർലോക്ക് ക്ലീനിങ് ഞാനും ഏട്ടനും അച്ഛനും അമ്മയും കൂടെ എല്ലാവരും കൂടെ നിന്നിട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു തീരുമാനത്തിലെടുത്തു. അതുകൊണ്ട് ആളെ നിർത്തുന്നില്ല, പമ്പ് വാങ്ങിയിട്ട് ഇൻ്റർലോക്ക് ക്ലീൻ ചെയ്യാം, എല്ലാവരും കൂടെ നിന്ന് അങ്ങ് ക്ലീൻ ചെയ്യാമെന്ന് കരുതി. ആളെ നോക്കിയപ്പോൾ ആളെ കിട്ടാൻ കുറച്ചൊന്ന് ലേറ്റ് ആവുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് പിന്നെ നമ്മൾ തന്നെ അങ്ങ് ചെയ്യാമെന്ന് കരുതി. എന്തായാലും നാളെ ചെയ്യുന്നില്ല, വെനസ്ഡേയോ എന്തെങ്കിലും ചെയ്യാമെന്ന് കരുതി. നാളെ മറ്റന്നാളൊക്കെ ചെറിയ കുറച്ച് തിരക്കുകൾ. പക്ഷെ വന്ന പാടെ ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ്. ഡോറിലൊക്കെ ഫുൾ സിമെൻ്റ് ആയിരുന്നു കേട്ടോ. ഡോറും കാര്യങ്ങളൊക്കെ ഫുൾ സിമെൻ്റ് ആയിരുന്നു. അതെല്ലാം ക്ലീൻ ചെയ്യുകയാണ്. പുറത്തൊക്കെ ഫുൾ സിമെൻ്റ് എല്ലാം അവിടെ ഇട്ടുന്ന ഗ്രാനൈറ്റ് പീസിലൊക്കെ അതെല്ലാം കുറേശ്ശെ തുടച്ച് മാറ്റുകയാണ്. തുടച്ച് മാറ്റിയ ശേഷം ഞാൻ മീഷോയിൽ നിന്നൊരു സാധനം ഓർഡർ ചെയ്തു കേട്ടോ. കുറച്ച് ദിവസമായി വന്നിട്ട് പക്ഷെ ഒട്ടിക്കാനുള്ള സമയം കിട്ടിയില്ല. ഒരു സ്റ്റിക്കറാണ്, അത് ഒട്ടിക്കാനുള്ള സമയം കിട്ടിയില്ല. വീഡിയോയുടെ എടുക്കാമെന്ന് കരുതി അങ്ങനെ വെച്ചിരുന്ന് കുറേ ലേറ്റ് ആയിട്ടോ. അപ്പോൾ ആ സംഭവം ഞാൻ ഇളക്കി ഒട്ടിക്കുകയാണ്. അത് ഫ്രിഡ്ജിൽ ഒട്ടിക്കാം എന്ന് കരുതിയിട്ട് വാങ്ങിയതാണ്. പക്ഷേ സംഭവം ഒട്ടിച്ചപ്പോൾ ഒരു ഭംഗിയില്ല കേട്ടോ. അത് സ്റ്റിക്കറാണെന്നുള്ളത് എടുത്തറിയാം. സംഭവം ഒട്ടിച്ചാൽ സ്റ്റിക്കറാണെന്ന് അറിയരുത്, എങ്കിലല്ലേ അതിൻ്റെ ഭംഗിയുള്ളൂ. അത് അങ്ങനെ നോക്കിയിട്ട് പറ്റുന്നില്ല. ഒരു ഫുൾ സ്റ്റിക്കറായിട്ട് തന്നെ വരുന്നുണ്ട്. അതൊരു വൃത്തികേട് ഒട്ടിച്ചിട്ട്. ഞാൻ പിന്നെ അതിനെ ഇളക്കി നേരെ റിട്ടേൺ ചെയ്തു കേട്ടോ. കൊള്ളത്തില്ല, അഴുക്ക സാധനം. മീഷോയിൽ ഒരുപാട് നല്ല സാധനങ്ങൾ ഉണ്ട് കേട്ടോ. ഇവിടെ വീട്ടിലുള്ള മിക്കവാറും ഉള്ള സാധനങ്ങൾ ഞാൻ മീഷോയിൽ നിന്ന് തന്നെയാണ് ഓർഡർ ചെയ്യുന്നത്. ഒരുപാട് നല്ല സാധനങ്ങളുണ്ട്, അതിൽ മോശം സാധനങ്ങളും ഉണ്ട്, വളരെ ക്വാളിറ്റി കുറഞ്ഞ അഴുക്ക പ്രോഡക്റ്റ്സും ഉണ്ട്, പക്ഷേ നല്ല സാധനങ്ങളും ഉണ്ട്. ഈ ഒരു സംഭവം മോശപ്പെട്ട സാധനങ്ങളിൽ ഉൾപ്പെടുന്നതാണ് കേട്ടോ. ഞാൻ കരുതി നല്ലതായിട്ടുണ്ടാവും. ഞാൻ റിവ്യൂ ഒക്കെ നോക്കിയപ്പോൾ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ അത് ഫ്രിഡ്ജിൽ ഒട്ടിച്ചിരിക്കുന്നതൊക്കെ കണ്ടു, അങ്ങനെയാണ് ഞാനിത് വാങ്ങിയത്. പക്ഷേ കൊള്ളത്തില്ല, ഒരു ഭംഗിയില്ല. കണ്ടോ, സ്റ്റിക്കറാണ് ഒട്ടിച്ചതെന്ന് കറക്റ്റ് എടുത്തറിയാൻ പറ്റുന്നില്ലേ. അത് അറിയാൻ പറ്റിയില്ല എങ്കിൽ നല്ല ഭംഗിയുണ്ടായിരുന്നു. കണ്ണ് സെപ്പറേറ്റ്, വാ സെപ്പറേറ്റ്, ഒരു 2 ഫോർക്കും സ്പൂണും അങ്ങനെ എന്തോ ഒരു സംഭവം, 2 കൈയുമായിരുന്നു കേട്ടോ. പക്ഷേ ഒട്ടിച്ചപ്പോഴേ അറിയാൻ പറ്റുന്നുണ്ട്, കറക്റ്റ് അറിയാൻ പറ്റുന്നുണ്ട്. നമ്മൾ എത്ര നീറ്റായിട്ട് ഒട്ടിച്ചാലും അറിയാൻ പറ്റുന്നുണ്ട്. എന്നിട്ട് ഞാൻ സ്റ്റിക്കറൊക്കെ ഇളക്കി നോക്കി, ഇനി എല്ലാം ഒട്ടിയിരിക്കുമോ എന്നൊക്കെ നോക്കിയിട്ടൊന്നും നടക്കുന്നില്ല, വൃത്തികേടായതുകൊണ്ട് അപ്പോഴേ തന്നെ ഇളക്കി ഞാനതിനെ റിട്ടേൺ ചെയ്തു. എന്നിട്ട് വീണ്ടും ഞാൻ എൻ്റെ ക്ലീനിങ് പരിപാടികളിലേക്ക് തിരികെ പോയി കേട്ടോ. വേദയുടെ റൂമിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ വാക്യൂം എടുക്കാനൊന്നും നിന്നില്ല. ഞാൻ പറഞ്ഞില്ല, എനിക്ക് വാക്യൂം എടുത്ത് ക്ലീൻ ചെയ്യുന്നത് പോലൊരു ബുദ്ധിമുട്ട് വേറെ ഒന്നുമില്ല. അതുകൊണ്ട് ചൂലുകൊണ്ട് തന്നെയാണ് അടിച്ച് വാരിയതും. നല്ല പൊടിയുണ്ടായിരുന്നു, ഡ്രിൽ ചെയ്തതും പൊട്ടിച്ചിട്ടതും ഒക്കെ ആയിട്ട് കുറേ ഉണ്ടായിരുന്നു. ഒരു 10 മണി വരെയൊക്കെ നിന്ന് ഫുൾ അടിച്ച് വാരി ക്ലീൻ ചെയ്തു. തറയൊന്നും തുടയ്ക്കാനുള്ള സമയം കിട്ടിയില്ല കേട്ടോ. ഞാൻ ഫുൾ കിച്ചനാണ് കോൺസെൻട്രേറ്റ് ചെയ്തത്. കിച്ചൻ്റെ പുറമൊക്കെ നല്ല ക്ലീൻ ചെയ്തു. മീൻസ് നല്ല ക്ലീൻ ചെയ്തെന്നല്ല, അതിൻ്റെ അടിയിൽ കുറേയൊക്കെ വാരി പിറക്കി കൂട്ടിയിട്ടുന്നു. അതെല്ലാം മാറ്റി എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചു. അങ്ങനെ എല്ലാം കൂടെ നിന്ന് കുറേ സമയം എൻ്റെത് പോയി. ഏട്ടനൊട്ടും വയ്യ കേട്ടോ. ഏട്ടൻ്റെ കാല് അന്ന് വീണത് പോയി ഒരു എക്സ്റേ എടുക്കാൻ പറഞ്ഞിട്ട് കേൾക്കാതെ തടവി കൊണ്ട് നടക്കുകയാണ്. അപ്പോൾ അതൊന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ട്, ആ കാല് വെച്ചൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അങ്ങനെ അങ്ങ് ഏട്ടൻ മാറി നിന്നു. പിന്നെ ഞാൻ തന്നെയാണ് ഈ പൊടിയിൽ നമ്മൾ അങ്ങനെ കിടക്കും. 2 ദിവസം കഴിഞ്ഞ് ഏട്ടൻ പറഞ്ഞു നമുക്കെല്ലാം ഒരുമിച്ച് ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ ഇന്ന് ശരിക്കും വന്നിട്ട് പോകാൻ നിന്നതാണ് നെട്ടയത്ത്. പക്ഷേ ഇത് കണ്ടപ്പോൾ എനിക്ക് പോകാൻ തോന്നിയില്ല. വീട് ആകെ അലങ്കോലമായിട്ട് കിടക്കുന്നുണ്ട്, പോകാൻ തോന്നിയില്ല. അപ്പം നാളെ പോവാം. എനിക്ക് മറ്റന്നാൾ ചെറിയൊരു പരിപാടി ഉണ്ട് കേട്ടോ. ഒരു കുഞ്ഞ് ഷൂട്ടുണ്ട്, ഒരു ഷോർട്ട് ഫിലിമിൻ്റെ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് മറ്റന്നാൾ എന്തായാലും നെട്ടയത്ത് പോയാലേ പറ്റത്തുള്ളൂ നാളെ. അപ്പോൾ എന്തായാലും നാളെ പോവും. ചെറുതായിട്ടൊന്ന് ഒതുക്കി വെച്ച ശേഷം നാളെ പോയി മറ്റന്നാൾ ഇൻ്റർലോക്കെല്ലാം ക്ലീൻ ചെയ്ത് വരാം എന്നുള്ളൊരു പ്ലാനിങ് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു സാറ്റർഡേ, ഇന്നലത്തെ എൻ്റെ ഒരു ദിവസം എന്ന് പറയുന്നത് ഇത്രയൊക്കെയാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. ടാറ്റാ.